പക്ഷേ ഇവരുടെ കണ്ണ് തുറക്കണം. യവന്മാർ ഇന്ന് തിരുവോണമായിട്ട് യവന്മാർ എന്ത് സദ്യ കഴിച്ചാലും അവർക്ക് ലൂസ് മോഷനേ ഉണ്ടാവുള്ളൂ. ഇല്ലാതെ ഒരു നല്ല കാര്യം അവനൊന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലേ? ഇവനൊക്കെ ഇന്ന് വയറിളകി ചാവും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിവിധ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പട്ടിണി സമരമാണ് നടക്കുന്നത്. വിഴിഞ്ഞം നാവാഴിക്കുളം ഔട്ടർ റിംഗ് റോഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഒരു പട്ടിണി സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നത്. ചേട്ടാ, എന്താണ് ഈ സമരത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന കോസ്? ഈ സമരത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയുടെ ഡോക്യുമെൻറ്റ്സ് ഈ പ്രൊജക്റ്റിന് വേണ്ടി, അതായത് വിഴിഞ്ഞം നാവായിക്കുളം പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് വാങ്ങി. പക്ഷേ ഇതുവരെ ഞങ്ങൾക്കതിൻ്റെ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അതിന് എതിരായിട്ടാണ്, അതായത് ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് എപ്പോൾ കിട്ടും എന്നറിയണം. ഇരു ഗവൺമെൻറ്റുകളും, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെയധികം സാധുക്കളായ ജനങ്ങളുണ്ട്. അവർ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇന്നിവിടെ വരാൻ പറ്റില്ല, പല സാഹചര്യങ്ങളാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇതിൽ രോഗികളുണ്ട്. ഇത് ഇവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ശരിക്കും നിൽക്കാൻ തന്നെ വയ്യ. ഇതിനിടയ്ക്ക് അവർക്ക് അവരുടെ ഭർത്താവ് വീട്ടിൽ അസുഖമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ പലരുടെയും കുടുംബങ്ങൾ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ഗവൺമെൻറ് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു. പക്ഷേ അവരുടെ എക്സ്ട്രീം റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ചുമതലയാണ് ഞങ്ങൾക്ക് ഈ പണം തരിക എന്നുള്ളത്. അതിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഇതിൻ്റെ കാലാവധി എന്നായിരുന്നു? ഇതിൻ്റെ കാലാവധി ഇപ്പോൾ ഏകദേശം 3 വർഷമാകുന്നു. 2022 ഒക്ടോബർ 18 ഇതിൻ്റെ വിജ്ഞാപനം വന്നത്. ഈ വിജ്ഞാപനത്തിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2023 ഫെബ്രുവരിയിൽ 3D വിജ്ഞാപനം വന്നു. എന്നിട്ട് ജൂൺ മാസത്തിൽ 2023 ജൂണിൽ പൈസ തരുമെന്നാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ അതോറിറ്റീസും പറഞ്ഞത്. പക്ഷെ അവർക്ക് ആർക്കും ഞങ്ങൾക്ക് ഇതുവരെ പണം തരാൻ പറ്റിയില്ല. എന്നിട്ടിപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അലൈൻമെൻറ്റിന് മാറ്റം വരുമെന്നാണ്. 3 വർഷമായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരുടെ കയ്യിലിരിക്കുകയാണല്ലോ. അലൈൻമെൻ്റ് എന്ന് പറയുന്നത് വന്നത് 2019 ഇവർ ഇത്രയും നാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. NHA ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു സ്വബോധമില്ല യവന്മാർക്ക്. ഇവരെന്തിനീ ഓഫീസുകളിലിരിക്കുന്നു? ഇവരെങ്ങനെ ഭരണം നടത്തും ഈ രീതിയിലാണെങ്കിൽ? എപ്പോഴും വഞ്ചന മാത്രമുള്ളവർ അധികാരികൾ. അത് എന്തായാലും തെറ്റാണ്. അവർ ഞങ്ങൾക്ക് തരേണ്ടുന്നതായ പണം അടുത്ത 30 ദിവസത്തിനകം തരണം. അതല്ലാത്ത പക്ഷം ഈ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചിട്ട് ഈ പ്രൊജക്റ്റ് വേണ്ടാന്ന് വയ്ക്കട്ടെ. ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാമല്ലോ. നിങ്ങളുടെ സമരം തുടങ്ങിയിട്ട് എത്രയായി? ഞങ്ങളുടെ സമരം ഇപ്പോൾ ഏകദേശം 3 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നിലാണ്. എപ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും അവർ പറയുന്നതായ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നടക്കും. ഇപ്പോൾ ജനുവരി 31, 2025 പണം തരും എന്നാണ് പറഞ്ഞത്. കിട്ടിയിട്ടില്ല. പിന്നെ മാർച്ച് 31, പിന്നെ ജൂലൈ 31. ഇതെല്ലാം പറയുന്നത് ആരാണ്? മന്ത്രിതലത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്, IAS പദവിയുള്ളവരാണ്. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക തന്നെയാണ്? ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. പക്ഷേ ഇവരുടെ കണ്ണ് തുറക്കണം. യവന്മാർ ഇന്ന് തിരുവോണമായിട്ട് യവന്മാർ എന്ത് സദ്യ കഴിച്ചാലും അവർക്ക് ലൂസ് മോഷനേ ഉണ്ടാവുള്ളൂ. ഇല്ലാതെ ഒരു നല്ല കാര്യം അവനൊന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലേ? ഇവനൊക്കെ ഇന്ന് വയറിളകി ചാവും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ ഞങ്ങളുടെ പണം തരിക, അല്ലാത്ത പക്ഷം ഇവനൊക്കെ ഇന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഇത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്ക് രക്ഷപ്പെടില്ല. അവിടെ നിന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. കൊടുക്കാൻ 2.5 വർഷമായി കിടന്ന് അനുഭവിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദ്ഘാടനത്തിന്, തുറമുഖ ഉദ്ഘാടനത്തിന് പറഞ്ഞ ഔട്ടർ റിംഗ് റോഡ് സ്ഥല ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇവിടെ 2.5 വർഷം ആയിട്ടും ആധാരം വാങ്ങിയിട്ട് ഇതുവരെ ആർക്ക് ഒരു രൂപ കൂടി 3D വിജ്ഞാപനം ആയതിനെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. ലോൺ എടുക്കാൻ പറ്റുന്നില്ല. എത്രയും ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വന്നാണ്. ഇതേ സമാന അവസ്ഥയാണ് ഞങ്ങളുടെ തോന്നുന്നത്. കടമ്പാട്ട് പോകണം മുതൽ പിന്നെ ഇടമൺ വരെയുള്ള റോഡുണ്ട്. MP മാര് MLA മാര് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അണ്ടിൽ നൗ ഒരു പ്രോസസ്സിന് ആർക്കും പൈസ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞ് കർഷകരെ വഞ്ചിച്ചിട്ടുണ്ട്. ചെറിയ റബ്ബറുകൾ പോലും റോട്ടർ അടിക്കാൻ പറഞ്ഞ് റോട്ടർ അടിച്ച് ഉണങ്ങിപ്പോയി നഷ്ടമായിട്ടുണ്ട് ആൾക്കാർക്ക്. കൃഷി നഷ്ടം, വീടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം ഈ കഴിഞ്ഞ മഴയത്ത് ഒരുപാട് ദുരിതങ്ങളായി. ഒന്നിനും ഒരു നഷ്ടപരിഹാരമോ ഡോക്യുമെന്റ് ഇല്ല. എല്ലാ ഡോക്യുമെന്റും അവരെടുത്ത് ഒരു പൈസ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഈ വസ്തുക്കളിലുള്ള കൃഷി കാര്യങ്ങൾ, മുമ്പോട്ടുള്ള കല്യാണം കാര്യങ്ങൾ ഒന്നിനും ഞങ്ങളുടെ ജീവിതം അനിശ്ചിതത്തിലാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. സർക്കാർ സംവിധാനത്തിന് വേണ്ടി പണം മുടക്കിയ ആളുകളാണ്. അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ തിരുവോണ ദിനത്തിൽ ഈ സെക്രട്ടേറിയറ്റിന്, കേരള ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഒരു പട്ടിണി സമരം നടക്കുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജനൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.